അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2ാം ക്ലാസ്സിലെ അഖീദയിലെ 8ാമത്തെ പാഠമാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെക്കുക. ഉസ്താദ് വായിക്കുന്നത് ശ്രദ്ധിക്കുക, കൂടെ വായിക്കാം. അതിനുശേഷം നമുക്ക് ഈ പാഠം വിശദീകരിക്കാം. പാഠം 8 അൽ ഖദർ. നിങ്ങൾ ഇൻഷാ അല്ലാ എന്ന് കേട്ടിരിക്കുമല്ലോ. എപ്പോഴാണ് നാം അത് പറയുക? ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നാം ഇൻഷാ അല്ലാ പറയുന്നത്. അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ അനുഭവം നോക്കൂ. എത്ര കാര്യങ്ങൾ ചെയ്യാൻ നാം കരുതുന്നു, അതിൽ ചിലത് ചെയ്യാൻ കഴിയാതെ പോകുന്നു, ചിലത് ചെയ്യുന്നു. എന്താണ് ഇതിന് കാരണം? ചിലത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്, ചിലത് അള്ളാഹു ഉദ്ദേശിക്കാത്തതാണ്. അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഒരു ഹദീസ് പഠിക്കാം. അതിന്റെ അർത്ഥം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തില്ലെങ്കിലും അത് നമ്മൾ പഠിക്കേണ്ടതാണ്. മാഷ അല്ലാഹു ഖാൻ വമാലം യശ ലം യകുൻ. അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. നാം ഒരു നല്ല കാര്യം ചെയ്യാൻ ഉറപ്പിച്ച ശേഷം അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കൂലി ലഭിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ ഈ കൊല്ലം ഞാൻ ഹജ്ജിന് പോകും. ഇൻഷാ അല്ലാ ഞാൻ പഠിച്ചു ആലിമാകും. ഇനി ഈ പാഠത്തിൽ പറയുന്ന വിഷയം നമുക്ക് നോക്കാം. ഈ പാഠത്തിൽ പറയുന്നത് അൽ ഖദർ, അള്ളാഹുവിലുള്ള ഖദറിലുള്ള വിശ്വാസം ആണ്. അള്ളാഹുവിലുള്ള ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നാം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ ഞാനത് ചെയ്യും എന്ന് പറയണം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്. ഉദാഹരണം, ഇൻഷാ അല്ലാ ഈ കൊല്ലം ഞാൻ ഹജ്ജിന് പോകും. ഇൻഷാ അല്ലാ ഞാൻ പഠിച്ചു ആലിമാകും എന്ന് പറഞ്ഞാൽ പഠിച്ചു വലിയ പണ്ഡിതനാകും. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് ഇവിടെ ഒരു ഹദീസ് പഠിക്കാനുണ്ട്, അതിന്റെ അർത്ഥം പഠിക്കണം, കുട്ടികൾ എഴുതി പഠിക്കണം. മാഷ അല്ലാഹു ഖാൻ വമാലം യശലം യകുൻ. അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത പേജ് മറിക്കൂ. തദ്രീബാത്ത്. ശരി തെറ്റ് അടയാളപ്പെടുത്താം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻ നിശ്ചയപ്രകാരമാണ് നടക്കുന്നത്. ശരിയാണ്. 2, അള്ളാഹുവിന്റെ വിധിയിൽ നാം വിശ്വസിക്കണം. ശരിയാണ്. 3, ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഇൻഷാ അല്ലാ എന്ന് പറയേണ്ടത്. തെറ്റാണ്. ഒരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോഴാണ് ഇൻഷാ അല്ലാ പറയേണ്ടത്. 4, ഇൻഷാ അല്ലാ എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അർത്ഥം. ശരിയാണ്. 5, ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. തെറ്റാണ്. 2, ഇൻഷാ അല്ലാ എന്ന് പറയപ്പെടുന്ന 4 കാര്യങ്ങൾ ഇതാ. ഇൻഷാ അല്ലാ ഞാൻ നാളെ പുതിയ വസ്ത്രം ധരിക്കും.
ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി മുതൽ എന്നും നേരത്തെ ഉണരും. ഇൻഷാ അല്ലാഹ് ഞാൻ നബിദിനത്തിന് പാട്ട് പാടും. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ എന്നും ഞാൻ ഖുർആൻ ഓതും. ഉത്തരം എഴുതാം. ഏത് കാര്യം നാം ചെയ്യുമെന്ന് പറയുമ്പോൾ എന്ത് കൂടി പറയണം? ഇൻഷാ അല്ലാഹ്. ഉസ്താദിനോട് ചോദിക്കാം ഹദീസിന്റെ സാരം. ഏതായിരുന്നു ഹദീസ്? മാഷാ അല്ലാഹു ഖാൻ വമാലം യശല്ലം യകുൻ. അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. സാരം എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് എന്നുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പാടി ആസ്വദിക്കാം. നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്, നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്, നാളെ ചെയ്യാം ഇൻഷാ അല്ലാഹ്, പറയുക വേണം കൂടെയതെല്ലാം. നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്, നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്, നാളെ ചെയ്യാം ഇൻഷാ അല്ലാഹ്, പറയുക വേണം കൂടെയതെല്ലാം. എല്ലാം അറിയുന്നവനും കാര്യമതെല്ലാം വിധിക്കുന്നവനും അവനാണ് അല്ലാഹു, ഏകനായവൻ അല്ലാഹു. എല്ലാം അറിയുന്നവനും കാര്യമതെല്ലാം വിധിക്കുന്നവനും അവനാണ് അല്ലാഹു, ഏകനായവൻ അല്ലാഹു. നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്, നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്, നാളെ ചെയ്യാം ഇൻഷാ അല്ലാഹ്, പറയുക വേണം കൂടെയതെല്ലാം. നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്, നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്, നാളെ ചെയ്യാം ഇൻഷാ അല്ലാഹ്, പറയുക വേണം കൂടെയതെല്ലാം. ഇത്രയുമാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. എല്ലാവരും പലവട്ടം ഈ പാഠം ആവർത്തിച്ച് വായിക്കുക, പഠിക്കുക. ഇൻഷാ അല്ലാഹ് 2ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും ഉയർന്ന വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.